കിനാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹാളിലെ വാതിൽപ്പടിയിൽ ചാരി മുഖം കുനിഞ്ഞു നിൽക്കുന്നവളെ ഫൈസി നോക്കി. ഞാൻ നിന്നെ പെണ്ണാണ വന്നൊന്നല്ല. മീരയെ നോക്കി അവൻ പറഞ്ഞു. ഓ, ഞാൻ ഇയാൾക്ക് പെണ്ണാണ വന്നേ നിന്നല്ല. അത് പറയുമ്പോൾ അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു. അതെ, മുഖം വീർത്തു പൊട്ടി തെറിച്ച് ജീവൻ പോയി എന്ന് പറയുന്നൊക്കെ വലിയ മോശമാവും കേട്ടോ. ചിരി പിടിച്ചമർത്തിക്കൊണ്ട് അവനെ ഓർമ്മിപ്പിച്ചു. ആ, ഒരു കോമഡി. അവൾ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. ദാ, നിന്റെ പുന്നാരച്ചേട്ടൻ വാങ്ങി തന്നേൽപ്പിച്ച് വിട്ടതാ. ബാവുതി ഇതൊന്ന് ഏറ്റെടുത്തെങ്കിൽ എനിക്കെന്റെ പാട് നോക്കി പോവായിരുന്നു. കയ്യിലുള്ള കവറുകൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഫൈസി പറഞ്ഞു. പോരുമ്പോൾ വാങ്ങിയ കവറുകളേക്കാൾ ഒന്ന് രണ്ടെണ്ണം കൂടി കൂടുതൽ വന്നിരുന്ന ആ കൂട്ടത്തിൽ അവന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു തിരക്ക്. അതാ വരാത്ത. കവറുകൾ കൈ നീട്ടി വാങ്ങുമ്പോഴും തെളിയാത്ത മീരയുടെ മുഖത്ത് നോക്കി ഫൈസി നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ ഈ വീർത്ത മോൻ കാണാൻ ഞാൻ വരുമോ? അവനോടില്ലേ? വീണ്ടും അവനത് പറയുമ്പോൾ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് നടന്നു. നിക്ക്, ഇതുകൂടെ കൊണ്ടുപോ, അല്ലെങ്കിൽ അവനതും പറഞ്ഞെന്റെ തലയെടുക്കും. പുന്നാരപ്പങ്ങൾ കുറവൊന്നും വരരുതല്ലോ. പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് നീട്ടുമ്പോൾ ഫൈസി പറഞ്ഞു. ഇതെന്തിനാ പിന്നെ ഈ കാശ്? അവൻ നീട്ടിപ്പിടിച്ച കാശ് വാങ്ങിക്കാതെ മീര ചോദിച്ചു. വല്ലാതെ വിശക്കുമ്പോൾ നിനക്ക് പുഴുങ്ങി തിന്നാൻ. അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഫൈസി പറഞ്ഞു. ഒരു വഴിക്ക് പോകുന്നല്ലേ വേണേ, നീ കയ്യിൽ വെച്ചോ. ഒപ്പുള്ളവരെല്ലാം വല്ലതും വാങ്ങിക്കുമ്പോൾ വടി പോലെ നോക്കിക്കണ്ടല്ലോ. അവൾ തുറിച്ചു നോക്കുന്നുണ്ടോ ഫൈസി പറഞ്ഞു. വാങ്ങിക്ക്, നിന്റെ ഏട്ടൻ തന്നാ മീര. അവൾ അനങ്ങാൻ നിൽക്കുന്ന കണ്ടിട്ടും ഫൈസി വീണ്ടും ആവശ്യപ്പെട്ടു. ഏട്ടന് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. നേരത്തെ സ്വരത്തിൽ ആവലാതി പറയുന്നവളെ കാണ്. ഇത് നിന്റെ ഏട്ടനെ അറിയിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കില്ലേ എന്ന് പറയണമെന്നുണ്ടായിട്ടും ഫൈസി മിണ്ടിയില്ല. കൊണ്ടുപോയിട്ട് എല്ലാം ഉണ്ടോന്നൊക്കെ നോക്ക്. ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വാങ്ങിക്കാൻ ദിവസമില്ല. അവനെ ഓർമ്മിപ്പിച്ചതും മീര ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അവൾക്ക് പുറകെ ശാരി ഒരു ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളമായി അവൻ അരികിലെത്തി. വൺ ഡേ ട്രിപ്പ് അല്ല ആൻറ്റി? മീര പോയ വഴി നോക്കുന്ന ശാരി ഫൈസിയുടെ ചോദ്യം കേട്ടതും അതേന്ന് തലയാട്ടി അവനെ നോക്കി. ഞാൻ ഇറങ്ങട്ടെ എന്നാ? വെള്ളം കുടിച്ചു തീർത്തുകൊണ്ട് അവൻ എഴുന്നേറ്റ്. ശാരി അവൻ നീട്ടിയ ഗ്ലാസ് തിരികെ വാങ്ങിച്ചുകൊണ്ട് തലയാട്ടി. അകത്തേക്ക് ഒന്നുകൂടി നോക്കി സാവധാനമാണ് ഫൈസി മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഷോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശാരിക്കരികിൽ മീരയുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? അവൻ ചോദിക്കുമ്പോൾ അതേന്നവൾ തലയാട്ടി. കൊണ്ടുവന്നതെല്ലാം ഒരുപാട് ഇഷ്ടമായെന്ന് ആ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരിയെന്നാ. ഒന്നുകൂടി അവരോട് യാത്ര പറഞ്ഞുകൊണ്ടവൻ ബൈക്ക് അവിടെ ഇട്ട് തിരിച്ചുകൊണ്ട് ഓടിച്ചു പോയി. അതെ, ഇനി ഇങ്ങനെ കിന്നരിച്ചോണ്ടിരുന്ന അങ്ങനെ ആ കുഴിന്ന് എഴുന്നേറ്റേക്ക് പോരും. പിന്നെ പണിയാകുവേ, പറഞ്ഞില്ലാന്ന് വേണ്ട. ഒത്തിരി നേരമായിട്ടും അറിയാമച്ചി കെട്ടിയോടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും ക്രിസ്റ്റി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു. ഒന്ന് പോയടാ ചെറുക്ക, നിനക്കുണ്ടല്ലോ ഞങ്ങളോട് അസൂയ. അതും പറഞ്ഞിട്ട് അവർ വാപ്പത്തി ചിരിച്ചു. പിന്നെ അസൂയ, അതും നിങ്ങളോട്. അവൻ ചുണ്ടുകൊട്ടി. മതി, എഴുന്നേറ്റ് വന്നേ, നേരെ ഇരുട്ടി തുടങ്ങി. എപ്പോൾ തുടങ്ങിയ പരിപാടിയാ? അങ്ങേർക്ക് അവിടെ കിടക്കാനൊരു സ്വസ്ഥ കൊടുക്കില്ലെന്ന് വല്ല നേർച്ചയുണ്ടോ? അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ തന്നെ അവൻ ചോദിച്ചു. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ? മറിയാമച്ചി അവനെ നോക്കി കണ്ണുരുട്ടി. പേടിക്കണ്ട ചേ, ഈ സാധനത്തിന് ഒരു മാസിനി വഴി കാണിക്കൂല. ഈ പ്രാവശ്യം ക്ഷമി. ക്രിസ്റ്റി കൈകൂപ്പി കള്ളച്ചിരിയോടെ പറഞ്ഞകൾക്ക് മറിയാമച്ചി ഉറക്കെ പൊട്ടിച്ചിരിച്ചു പോയി. ആ ചിരി കാണാനായി മനഃപൂർവ്വമാണ് അവൻ അങ്ങനെ പറഞ്ഞതും. ഇല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ഇത് പറഞ്ഞിട്ട് തൂങ്ങിപ്പിടിച്ച് നടക്കും. അതവനും അറിയാം. ഇങ്ങനെയാണെങ്കിൽ ഇനി കൊണ്ടുപോകില്ലെന്നൊക്കെ അവൻ ഭീഷണിപ്പെടുത്താറുണ്ടെങ്കിലും അത് വിജയിക്കാറില്ല പൊതുവെ. കാരണം അവർക്കറിയാം, 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ എത്ര തിരക്കുണ്ടിൽ പോലും അവൻ മുടക്കാത്ത ശീലങ്ങളിലൊന്നാണ് ഇതുമെന്നത്. പോയാൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചാലേ വല്ല പ്രേതമാണെന്ന് കരുതും. അതും പറഞ്ഞിട്ട് മറിയാമച്ചിയും ചേർത്ത് പിടിച്ചുകൊണ്ട് തിരികെ നടന്നു. ഇത്രയും നേരമൊക്കെ ആയോടാ? കാറിലേക്ക് കയറാൻ ഒരുങ്ങും മുന്നേ കനം വെച്ച് തുടങ്ങുന്ന ഇരുട്ടിനെ നോക്കി മറിയാമച്ചി ചോദിച്ചു. പിന്നില്ലാണ്ട്, ഇന്നലെ കെട്ടുകഴിഞ്ഞവർ കാണില്ല ഇത്രയും പറയാനായിട്ട്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് ബെൽറ്റ് ഇടുന്നതിനിടെ ക്രിസ്റ്റി പറഞ്ഞു. ആണെങ്കിൽ നീ അങ്ങ് സഹിച്ചോ. പുച്ഛത്തോടെ അവനെ നോക്കിയിട്ട് മറിയാമച്ചിയും കയറിയിരുന്നു. ഇവിടം വരെയും വന്നിട്ട് അച്ഛനെ ഒന്നും കണ്ടില്ല. അവിടെ കുറിക്കൊണ്ടുവന്നപ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ. ഇനിയിപ്പോൾ അച്ഛൻ്റെ കഞ്ഞുകൂടി കഴിയുമ്പോഴേക്കും അർദ്ധരാത്രി കഴിയും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അച്ഛനെ കാണല് നെക്സ്റ്റ് ടൈം ഡിയർ. മറിയാമച്ചിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ കണ്ണിച്ചിമ്മി കാണിച്ചു. നിനക്ക് എന്താണ് ഇത്രയും ധൃതി? രാത്രി വല്ലയിടത്തും പോകാനുണ്ടോ? പോവാനല്ല, വരാനാ. അവനൊരു ചിരിയോടെ പറഞ്ഞു. വരാനോ? അതാര്? അതൊക്കെയുണ്ട്. സമയാകുമ്പോൾ നേരിട്ട് വരുമല്ലോ, അപ്പൊ കാണാട്ടോ. അതേ ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു. നിനക്ക് എന്താടാ മോനെ ഒരു കള്ളലക്ഷണം? അവരുടെ നോട്ടം ക്രിസ്റ്റിയുടെ നേരെ കൂർത്തു. അതേ, അത് നിങ്ങൾ കള്ളിയായതുകൊണ്ട് തോന്നുന്നതാ. അവൻ അതേ ചിരിയോടെ പുരികം പൊക്കി കാണിച്ചു. വഴിനീളെ പലവിധ വെളിച്ചം പടർത്തിക്കൊണ്ട് നിരവധി ബഹളങ്ങൾ. വഴിയരികിൽ വണ്ടി നിർത്തി മറിയാമച്ചിക്ക് ചായയും സ്നാക്സും വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവൻ തിരികെ കൊണ്ടുപോയത്. ദേ മാമ, അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, അങ്ങ് വന്നോളൂ. ദൈവത്തെ ഓർത്ത് ഇനി ഇതും പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ പ്ലീസ്. ക്യാരം ബോർഡിന് മുമ്പിൽ ഹരം പിടിച്ചിരിക്കുന്ന ഋഷൻ ഡെയ്സിയുടെ കോള് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു. ദേഹം ഇറക്കുന്ന പോലെ തോന്നിയപ്പോൾ ഡെയ്സി സോഫയിലേക്ക് ഇരുന്നു.
ഭയം കൊണ്ട് അവർ അങ്ങേയറ്റം തളർന്നു പോയിരുന്നു. 4 മണിക്ക് മുന്നേ എത്തേണ്ട മകളാണ്. സമയം 6 കഴിഞ്ഞു. എന്നിട്ടും കാണുന്നില്ല. ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ച് നോക്കണമെന്നുണ്ട്. പക്ഷേ മക്കളുടെ സ്കൂളിലടക്കം പപ്പയ്ക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവരുടെ കൂട്ടുകാർ ആരെന്ന് പോലും അറിയാത്ത ഗതികെട്ട ഒരു അമ്മയുടെ വേദന. പപ്പയ്ക്ക് മാത്രം എൻട്രി ഉള്ളിടത്തേക്ക് അറിയാതെ ഒരിക്കൽ കയറിപ്പോയെന്ന് ആരോപണം പറഞ്ഞിട്ട് ഋഷി തന്നെ പറയാത്തതൊന്നുമില്ലെന്ന് ഓർക്കെ വീണ്ടും വീണ്ടും അവൾക്കുള്ളിലെ മുറിവിൽ നിന്ന് രക്തം കിനിഞ്ഞു. ദിലു ആ പതിവ് തെറ്റിക്കാറില്ല. ഓരോന്നോർത്തുകൊണ്ട് അവർക്ക് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. 3-4 വട്ടം വിളിച്ചിട്ട് എടുക്കാത്ത വർക്കിയുടെ ഫോണിലേക്ക് വീണ്ടും അവർ കോൾ ചെയ്തു. തുടരെ 3-4 പ്രാവശ്യം വീണ്ടും ശ്രമിച്ചിട്ടാണ് ഫോൺ എടുത്തത്. എന്താടി, ഞാൻ തിരക്കിലാണെന്ന് അറിഞ്ഞൂടെ? അതിൽ ഫോൺ എടുക്കായിരുന്നു. എന്നിട്ടും വിളിച്ചോണ്ടിരിക്കാം നാശം. ഫോൺ എടുത്തവൻ വർക്കിയുടെ പരുഷമായ വാക്കുകൾ. വാ തുറന്നു വല്ലതും പറയണ്ടി പറഞ്ഞിട്ട് വെക്കടി. ഞാൻ നിന്നെ പോലെ ചുമ്മാ ഇരുന്ന് വിഴുങ്ങി ജീവിക്കല്ല. ഡെയ്സിയുടെ ഒച്ചയൊന്നും കേൾക്കാഞ്ഞതും വർക്കി വീണ്ടും ഒച്ചയിട്ടു. ദിലുമോള്. അത് പറഞ്ഞ് അവർ കരഞ്ഞുപോയിരുന്നു. നിലുമോൾക്ക് മോൾക്കെന്ത് പറ്റി? അവൾ ഇനിയും വന്നിട്ടില്ല. വന്നിട്ടില്ലേ? സമയത്തിലിട്ട് അവള് വരാതെ എവിടെ പോയി? എനിക്കറിയില്ല. ഡെയ്സിയുടെ കരച്ചിൽ കൂടി കേൾക്കാം ഉത്തരത്തിനൊപ്പം തന്നെ. നിനക്ക് പിന്നെ എന്തൊരു തേങ്ങയാടി അറിയുന്നത്? നിന്ന് മോങ്ങാനും മൂത്ത മോനെ ഒലിപ്പിക്കാനോ അല്ലാതെ. നീ അവിടെ അമ്മയിലടി. ആ അവസ്ഥയിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനാണ് അയാൾ വ്യഗ്രത കാണിച്ചത്. അവളകത്ത് വല്ലതുണ്ടോ? നീ ശരിക്കും നോക്കിയോ? വർക്കി വീണ്ടും ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല. ഞാൻ 4 മണി തൊട്ടേ കാത്തിരിപ്പ. കരച്ചിലിനിടെ ഡെയ്സി പറഞ്ഞു. അവിടെ കൂട്ടുകാരെങ്കിലും വിളിച്ചു നോക്കിയാ നീ? അതൊന്നും അവർക്കറിയില്ലെന്ന് നല്ല വ്യക്തമായി അറിയാമായിരുന്നിട്ടും വേദനിപ്പിച്ച് രസിക്കാമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ വർക്കി വീണ്ടും ചോദിച്ചു. ഡെയ്സി ഉത്തരമൊന്നും പറയാതെ മൗനമായി കരഞ്ഞു. ഫോൺ വെച്ചിട്ട് പോയി മോയിക്കോ, നിന്നെ അതിന് കൊള്ളാം. അതും പറഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്തു പോയി. കട്ടായ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഡെയ്സി ആ സോഫയിൽ മരവിച്ചിരുന്നു. കടന്നുപോകുന്ന ഓരോ നിമിഷം അവരെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തി. ശ്വാസം പോലും കിട്ടാതെ അവരവിടെ ഇരുന്ന് ഉരുകി. ഈ എന്താ ഷാദി ഒന്നും പറയാത്തേ? അമീദിന്റെ സ്വരത്തിൽ നിറയെ ആശങ്കയാണ്. അതേ ഭാവം തന്നെയാണ് നിയാസിനും. വാലിന് തീ പിടിച്ച പോലെ ഷാഹിദിന്റെ മനസ്സിലിപ്പ് എന്തെന്നറിയാൻ ഓടി വന്നവരാണ്. എന്നാൽ മുന്നിലിരിക്കുന്നവന്റെ ചിരി മായാത്ത മുഖം, കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അവൻ ഏതോ പ്രണയഗാനത്തിന് കാതോർത്ത് കിടക്കുന്നു. കൈയും കാലും പാട്ടിനൊപ്പം താളം പിടിക്കുന്നുമുണ്ട്. 10 മിനിറ്റോളമായി ഹമീദും നിയാസും അവന്റെ മുമ്പിൽ നിൽക്കുന്നു. ഷാദി എന്ന് വിളിച്ചപ്പോൾ ഒന്ന് മൂളിയെന്നതൊഴിച്ചാൽ അവർക്കായി അവൻ കണ്ണുകൾ പോലും തുറന്നില്ല. ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ഹമീദ് 2-3 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും അവനൊരു മാറ്റവുമില്ല. മനുഷ്യന് ഇത്ര അഹങ്കാരം പാടില്ല. ഹമീദ് കേൾക്കാൻ പാകത്തിന് നിയാസ് അയാളുടെ കാതിനരികിൽ പോയി മന്ത്രിച്ചു. അതേ ഭാവം അയാളുടെ മുഖത്തും ഉണ്ടായിരുന്നു. ഷാഹിദ് വരും വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആർക്കൽ വീട്ടിലുള്ളവർക്കൊപ്പം ഫാത്തിമയെ വരുതിയിലാക്കാൻ അവനുണ്ടാവും ഏറ്റവും മുന്നിലെന്നുള്ള വളരെ വലിയൊരു പ്രതീക്ഷ. ആ വിശ്വാസം തകർന്നത് മാത്രമല്ല, അവൾക്കൊപ്പം അവൻ കൂടി ചേരുകയാണ് ഉണ്ടായത്. എന്നാൽ എന്തോന്ന് അവൻ്റെ മനസ്സിലുണ്ടെന്ന് തീർച്ചയാണ്. കൗശലത്തോടെ പിടക്കുന്ന കണ്ണിൽ അവനെന്തോ മറച്ച് പിടിച്ചിട്ടുണ്ടാവും. ഷാഹിദിന്റെ ചെയ്തികളെ നേരിട്ടറിയാവുന്ന ഹമീദിന്റെ നിഗമനം തന്നെയാണ് നിയാസിനും. എന്നിട്ട് അവൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അടക്കാൻ കഴിയാത്ത ജിജ്ഞാസ കൊണ്ടാണ്. അപ്പോഴാണ് അവൻ്റെ ഒരു ഒടുക്കത്തെ പാട്ട് ആസ്വാദനം. ഹമീദിന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. വാ, ഇപ്പൊ പോയിട്ട് അവന്റെ പാട്ടിയേക്കൽ തീർന്നിട്ട് വരാം. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഹമീദ് നിയാസിനോട് പറഞ്ഞു. ഷാദി ഒന്നുകൂടി നോക്കിയതിന് ശേഷം രണ്ടാളും പോവാൻ വേണ്ടി തിരിഞ്ഞു. ഒലിക ഒന്ന് നിന്നേ. പിന്നിൽ നിന്നും ഷാഹിദിന്റെ മുഴക്കമുള്ള സ്വരം. തിരിഞ്ഞു നോക്കും മുന്നേ അറിയാതെ തന്നെ ഹമീദും നിയാസും നിന്നുപോയി. ഷാദി കൈയെത്തിച്ചിട്ട് പാട്ട് ഓഫ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റു. ഞാനെന്തിനാണ് ഫാത്തിമയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അറിയണം. അതല്ലേ വേണ്ടത്. നേരത്തെ ഒരു ചിരിയോടെ അവൻ അവർക്ക് മുമ്പിൽ വന്നു നിന്നിട്ട് ചോദിച്ചു. കൃത്യമായ വർക്കൗട്ട് കൊണ്ട് ദൃഢപ്പെടുത്തി അവൻ്റെ നഗ്നമായ മേനിയിലൂടെ നിയാസിന്റെ കണ്ണുകൾ അസൂയയോട് ഉയറി നടന്നു. കൈയില്ലാത്തൊരു ബനിയനും മുട്ടോളം ഇറങ്ങിക്കിടക്കുന്ന ഒരു ബർമുടയുമാണ് അവൻ്റെ വേഷം. ക്ലീൻ ഷേവ് ചെയ്ത മുഖത്തെ ഏറ്റവും വലിയ ആകർഷണം അവൻ്റെ ചിരിയാണ്. നിയാസിക്കുളത്തുനിന്ന് ആ കോഴി ഒരുപാട് മൂത്തു പോയിട്ടുണ്ട് കേട്ടോ. ഇനി പിടിച്ചറുക്കുന്നതാണ് നല്ലത്. നിയാസിന്റെ നോട്ടം കണ്ടതും ഷാഹിദ് കളിയായി പറഞ്ഞു. വിളറി വെളുത്ത മുഖത്തേക്ക് മങ്ങിയൊരു ചിരിവാരി തേച്ചിട്ട് നിയാസ് തലചൊറിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫാത്തിമ, അവളെ കുറിച്ചല്ലേ? താഴെ ഒഴിഞ്ഞുകൊണ്ട് ഷാഹിദ് അവരെ നോക്കി. അതേന്ന് ഹമീദ് തലയാട്ടി. കൊല്ലാനാണോ വളർത്താനാണോ ഷാഹിദ് കൂടെ കൂട്ടിയെന്ന് സംശയമുണ്ടല്ലേ? ചിരിച്ചുകൊണ്ടാൻ വീണ്ടും ചോദിച്ചു. അതിന് ഉത്തരം പറയാൻ രണ്ടാളും പരസ്പരം നോക്കി. ഈ ഇട്ടാവട്ടത്തിൽ കളിച്ച് തഴഞ്ഞെന്ന് കരുതി ലോകം മുഴുവൻ അഹങ്കാരത്തോടെ നോക്കിക്കാണാൻ പാടുണ്ടാവില്ല. പൊട്ടത്തരമാവില്ലേ അത്? പരിഹാസത്തോടെ ഷാഹിദിന്റെ ചിരി. വീണ്ടും സ്വന്തം പല്ലുകൾ കടിച്ചമർത്തി ദേഷ്യമൊതുക്കാനേ ഹമീദിനും നിയാസിനുമായുള്ളൂ. അതേ കണ്ണോടെ എന്നെയും കാണരുത്. എനിക്ക് മുന്നിൽ നിങ്ങൾക്കറിയാമെന്ന് പറയുന്ന കളികളുടെ ഏറ്റവും മുന്തിയ ഇനങ്ങളുണ്ട്. പലയിടത്തും പയറ്റി തെളിഞ്ഞ് കോടികൾ നേടിയിട്ടുണ്ട് ഞാൻ. അല്പ അഹങ്കാരത്തോടെ ഷാഹിദ് അവരെ നോക്കി. രണ്ടാളും മിണ്ടിയില്ല. അവന് നോക്കിയതുമില്ല. വ്യക്തമായൊരു പ്ലാൻ വേണം. ഫാത്തിമയോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ
നിങ്ങൾ കരുതിയതുപോലെ അവഗണിച്ച് മാറ്റി നിർത്തിയാൽ ഒച്ചയിട്ട് പേടിപ്പിച്ചാലും കയ്യിലുള്ള കോടികൾ യാതൊരു എതിർപ്പുമില്ല വിട്ടുതരുന്നൊരു വിഡ്ഢിയാണ് ഫാത്തിമ എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതാൻ നിങ്ങളെപ്പോലെ ഞാൻ വിഡ്ഢിയോ അല്ല. അവന്റെ ചുണ്ടുകൾ കൂടി. ഹമീദ് നിയാസിനെയും ഷാഹിദിനെയും മാറി മാറി നോക്കി. എല്ലായിടത്തും കൈക്കരുത്തുകൊണ്ട് മാത്രം ജയിക്കാനാവില്ല ഗൈസ്. അങ്ങനെയുള്ളിടത്ത് ബുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയണം. അത് ബുദ്ധിയുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യം. നിങ്ങൾക്കാർക്കും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ആ പെണ്ണിനോട് ചേർന്ന് വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ പരമാവധി മാറ്റി നിർത്തുവോ? ഇപ്രാവശ്യം അവന്റെ മുഖം നിറഞ്ഞ അത്രയും ദേഷ്യമായിരുന്നു. ഇനി അതിന്റെ തീവ്രത എത്രത്തോളം കൂടുമെന്ന് പടച്ചവന് മാത്രം അറിയാം. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഷാഹിദിനെ പിന്നെ അടക്കാൻ വലിയ പാടാണെന്ന് രണ്ടാളും ഭയത്തോടെ ഓർത്തു. അവന്റെ അരികിലേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നി ഹമീദിനും നിയാസിനും. 1-2 ലക്ഷമൊന്നുമില്ല. നമുക്കൊന്നും ഊഹിക്കാൻ കൂടി കഴിയാത്ത അത്രയും വലിയൊരു തുക മകളുടെ പേരിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടാ അവിടെ തന്ത പോയത്. വർഷങ്ങൾ കൊണ്ട് അത് 10-15 ഇരട്ടിയായിട്ടുണ്ടെന്നാ എനിക്ക് കിട്ടിയ അറിവ്. ഞാനത് വളരെ രഹസ്യമായിട്ട് അറിഞ്ഞതാ. നിങ്ങളോട് എനിക്കത് പറയേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ശരിയല്ലേ? കൗശലത്തോടെ ഷാഹിദ് ചോദിച്ചു. ഫാത്തിമക്ക് അറിയില്ല ഈ കാര്യം. എന്തെങ്കിലും നുണ പറഞ്ഞവളുടെ അരികിലെത്തി ആ കാശ് മുഴുവൻ എനിക്ക് സ്വന്തമാക്കാൻ ഷാഹിദിനൊരു പൂ പറിക്കുന്ന അത്രയും സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക്. ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് ഏട്ടനനിയനും പരസ്പരം നോക്കി. കിട്ടുന്നത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാനുള്ള എൻ്റെ പ്ലാന് നിങ്ങളായിട്ട് തകർക്കാൻ നോക്കരുത്. നഷ്ടം എനിക്ക് കൂടിയാ, അറിയാലോ. നഷ്ടപ്പെടലിനെ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അതിന് കാരണക്കാരായവരെ വെറുതെ വിടാറുമില്ല. ഷാഹിദ് പറഞ്ഞു കേട്ടപ്പോൾ അത്രയും തുക സ്വന്തമാവുന്ന ഓർത്തിട്ട് ഏട്ടനും അനിയനും കുളിരി പോരുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അവൾക്കൊരു നേരിയ അറിവ് പോലുമില്ല. അവൾ ഇതറിയുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അതിലൊരു ചില്ലി കാശ് പോലും പിന്നെ നിങ്ങൾക്ക് സ്വപ്നം കാണാനാവോ? ഷാഹിദിന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് തലയാട്ടി കാണിക്കാൻ രണ്ടാൾക്കും രണ്ടാമൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? കാശ് നഷ്ടപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ടാണോ ഹമീദിന്റെ സ്വരം വിറച്ചു. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും പറയാനൊന്നുമില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. ഒരുപാട്. ഗൂഢമായൊരു ചിരിയോടെ ഷാഹിദ് അവരെ നോക്കി. സ്നേഹമാണ് എൻ്റെ ആയുധം. മുറിവേൽപ്പിക്കാനും തോൽപ്പിച്ച് വളർത്താനും 1000 വഴികളുണ്ടെന്നിരിക്കെ മനുഷ്യൻ എന്തിനാണ് കൃത്യമായ സ്നേഹത്തെ തന്നെ കൂട്ടുപിടിക്കുന്നറിയോ നിങ്ങൾക്ക്? അതിൻ്റെ പിന്നിലൊരു ലോജിക്കുണ്ട്. അതെന്താണെന്നറിയോ? ക്രൂരമായൊരു ചിരിയോടെ ഷാഹിദ് അവരെ തുറിച്ചു നോക്കി. തകർക്കാനും തളർത്താനും സ്നേഹത്തിനോളം മികച്ചൊരായുധവും ഇന്നവരാരും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. അവന്റെ കഴുകൻ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം. ഞാൻ അവളെ സ്നേഹിക്കും. സ്നേഹം കൊണ്ടങ്ങ് വീർപ്പ് മുട്ടിക്കും. ഒടുവിൽ ഈ ഷാദിക്ക് എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കുന്ന വിധം ഞാൻ അവളെ എൻ്റെ സ്നേഹം കൊണ്ട് കെട്ടിയിടും. കൈകൾ വിരിച്ച് കണ്ണടച്ചുകൊണ്ട് ഷാഹിദ് പതിയെ പറഞ്ഞു. പിന്നെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നിങ്ങളല്ലേ എല്ലാത്തിനും അവൾ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ വിധം എൻ്റെ മക്കളെ പറഞ്ഞു തിരിച്ചത് നിങ്ങളല്ലേ? മുന്നിൽ നിന്നും പരിധി വിട്ട് വർക്കി ഉറഞ്ഞു വിളിയപ്പോൾ ഡെയ്സി ദേഷ്യത്തോടെ ചോദിച്ചു. വർക്കി അവരെ തുറിച്ചു നോക്കി. അവളുടെ കൂട്ടുകാരികളെയും സ്കൂൾ പ്രിൻസിപ്പളിനെയും വിളിച്ചിട്ട് ദിലിനെ അന്വേഷിച്ചപ്പോൾ മാത്രമാണ് അവൾ അന്നങ്ങോട്ട് ചെന്നിട്ടില്ലെന്ന് വർക്കിയും അയാൾ പറഞ്ഞിട്ട് ഡെയ്സിയും അറിയുന്നത്. വന്നു കയറിയപ്പോൾ തുടങ്ങിയ പ്രഹസനമാണ് അയാൾ. എതിർത്തൊന്നും പറയാൻ കഴിയാത്ത വിധം തളർന്നുപോയ ഡെയ്സിയുടെ നിറഞ്ഞ കണ്ണുകൾ അപ്പോഴും ഗേറ്റിലേക്ക് തന്നെ നീണ്ടു. ഒട്ടും സഹിക്കാൻ വയ്യാതെ ആയപ്പോഴുള്ള ആ മറുപടിക്ക് കൈവീശി അടിച്ചുകൊണ്ടാണ് വർക്കി ദേഷ്യം തീർത്തത്. നീയൊരു അമ്മയിലേടി, നീയല്ലേ ശ്രദ്ധിക്കേണ്ടത്? കലിയോടെ അയാൾ മുരണ്ടു. എന്റെ മക്കളുടെ കാര്യം നോക്കാൻ തൽക്കാലം എനിക്കറിയാം. നീ ഒന്നിലിടപെട്ട് നശിപ്പിക്കാണ്ടിരുന്നാ മതി എന്ന് മക്കളുടെ മുന്നിൽ വെച്ച് ഡെയ്സിയോട് പറഞ്ഞില്ല. സൗകര്യപൂർവ്വം അപ്പോൾ അയാൾ മറന്നു കളഞ്ഞിരുന്നു. ഞാനെന്ന അമ്മയ്ക്ക് മക്കളുടെ മുമ്പിൽ വിലയില്ലാതാവുന്നു നിങ്ങളെന്ന അച്ഛൻ കാരണമാ. വീണ്ടും അടികിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഡെയ്സി പറഞ്ഞു. പ്രതീക്ഷിച്ച പോലെ വർക്കിയുടെ കൈകൾ ഡെയ്സിയുടെ കഴുത്തിൽ മുറുകി. ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് ക്രിസ്റ്റി അകത്തേക്ക് കയറി വന്നത്. പൂക്കോടെ പിന്നിലുള്ള വാതിലൊരു ചവിട്ട് കൊടുത്തവൻ ഞെട്ടിക്കൊണ്ട് വർക്കി നോക്കിയതും ദേഷ്യം കൊണ്ട് കലങ്ങി അവന്റെ കണ്ണുകളാണ് ആദ്യം കണ്ടത്. അറിയാതെ തന്നെ വർക്കിയുടെ കൈകളായിഞ്ഞു. ഡെയ്സിയുടെയും കണ്ണുകൾ അവന്റെ കല്ലിച്ച മുഖത്തേക്കാണ്. വർക്കിക്ക് നേരെയാണ് അവന്റെ നോട്ടം. മറിയാംസി, ദിലു, അവള് വന്നില്ല. നെഞ്ചിൽ നിന്ന് വരുന്ന ഡെയ്സിയുടെ വാക്കുകൾ കേട്ടതും ക്രിസ്റ്റിയുടെ കണ്ണുകൾ പിടച്ചു. വന്നില്ലേ? വരാണ്ട് പിന്നെ എവിടെ പോയി? മറിയാമ്മച്ചി ക്രിസ്റ്റിയെ കടന്ന് ഡെയ്സിയുടെ അരികിൽ ചെന്നോട് ചോദിച്ചു. എനിക്കറിയില്ല, സ്കൂളിൽ എത്തിയിട്ടില്ലെന്ന പാതി കരച്ചിലോടെയാണ് പറയുന്നത്. രാവിലെ തനിക്കുമ്പിൽ നിന്നിരുന്ന ദിലിനയുടെ മുഖം ക്രിസ്റ്റിയുടെ ഉള്ളിലേക്ക് ഇരച്ചെത്തി. അവളുടെ മുഖത്ത് കണ്ട ആ പതർച്ച അവന്റെ ഹൃദയം അതിശക്തമായി മിടിച്ചു. അന്നത്തെ ദിവസം അവനെ പൊതിഞ്ഞിരുന്ന അസ്വസ്ഥത വീണ്ടും അവനിലേക്ക് വലിഞ്ഞു കയറി ശ്വാസം മുട്ടിച്ചു. തൊട്ടരികിൽ നിന്നുള്ള ഡെയ്സിയുടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ. അകത്തേക്ക് കയറി അവൻ തിരിച്ചിറങ്ങി. ഞാൻ നോക്കിയിട്ട് വരാം, പേടിക്കണ്ട. ആരുടെ നില അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്ക് തന്നെ ഓടിയിറങ്ങി. ഓ, എന്റെ മോളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എനിക്കൊരു വരത്തിന്റെയും സഹായം വേണ്ടി വെറുതെ ഷോ കാണിക്കാൻ കയറി പോവാൻ പറഞ്ഞേ.
മുറ്റത്തേക്കിറങ്ങിയ ക്രിസ്റ്റിയെ നോക്കി വർക്കി ഡെയ്സിയോട് പറഞ്ഞു. കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ദേഷ്യമൊതുക്കി. ഈ സമയം അയാളുടെ വാക്കുകൾക്ക് മറുപടി കൊടുത്ത് കളയാനുള്ളതില്ലെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നുകൊണ്ട് തന്നെ ധൃതിയിൽ കാറിന്റെ നേരെ ഓടി. ഡോറ് തുറക്കും മുന്നേ ഗേറ്റ് കടന്നൊരു കാറ് കടന്നു വന്നിരുന്നു. മുഖത്തേക്ക് വെളിച്ചം വീണ ക്രിസ്റ്റി കൈകൾ കണ്ണിന് മീതെ വെച്ച് കാറിന് നേരെ സൂക്ഷിച്ചു നോക്കി. കാറിലിരിക്കുന്നവരെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.